നമസ്കാരം. അങ്ങനെ ഇറാൻ അമേരിക്ക യുദ്ധം ഒരു ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു പ്രിലിമിനറി എഗ്രിമെൻ്റ്, ഒരു പ്രാരംഭ കരാറും തയ്യാറായി രണ്ട് പാർട്ടികളും അതിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഒരു കരാറിൽ അമേരിക്കയും ഇറാനും എത്തിയത് ആരുടെ വിജയമാണ്, ആരുടെ തോൽവിയാണ് എന്നൊരു ചോദ്യമുണ്ടാകും. അമേരിക്കൻ ഇറാൻ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് എന്ന് ചോദിച്ചാൽ ഇന്ന് ലോകത്തുള്ള സകല ആൾക്കാരും ഒറ്റ സ്വരത്തിൽ തന്നെ പറയും ഇറാനാണ് ജയിച്ചതെന്ന്. നമുക്കറിയാം, അതിശക്തനായിട്ടുള്ള ഒരു എതിരാളിയോട് അത്ര തന്നെ കരുത്തില്ലാത്ത, ഏറെക്കുറെ ദുർബലൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി എതിരിടുകയും ആ വ്യക്തിയുടെ മുമ്പിൽ തോൽക്കാതെ പിടിച്ചു നിൽക്കുകയും ചെയ്താൽ തന്നെ അയാൾ വിജയിച്ചു കഴിഞ്ഞു. ഇയാൾ അയാളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇയാൾ ഒരു മിനിറ്റ് പോലും അയാളുടെ കരുത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കില്ല എന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുമ്പോൾ അയാളുടെ കരുത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുക മാത്രമല്ല, ശക്തമായിട്ടുള്ള തിരിച്ചടി കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? ഇതാണ് നമ്മൾ കഴിഞ്ഞ യുദ്ധത്തിൽ കണ്ടത്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ലോകത്തുള്ള സകല യുദ്ധ നിരീക്ഷകരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇതോടെ ഇറാൻ്റെ കഥ കഴിഞ്ഞു. ഒരാഴ്ചയിലധികം ഇറാൻ നിലനിൽക്കാൻ പോകുന്നില്ല, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ഇടിച്ച് നിരത്തും. എന്നാൽ നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നത് ഇറാനോട് കളിക്കാൻ പോകുന്നത് അമേരിക്കയും ഇസ്രായേലും കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കുമെന്നാണ്. അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ മുമ്പോട്ട് വെച്ച അവരുടെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ഒരു എഗ്രിമെൻ്റാണ് അമേരിക്കയും ഇറാനും ചേർന്നുണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. തുടക്കത്തിൽ യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഒരു കാര്യമാണ് ട്രംപ് സാധിച്ചെടുത്തത്. അതായത് ഹോർമോസ് കടലിടുക്ക് തുറക്കുക, അതുപോലെ തന്നെ അമേരിക്ക ഉണ്ടാക്കിയ നേവൽ ബ്ലോക്കേഡ് നീക്കുക. ഈ രണ്ട് കാര്യമാണ് യുദ്ധത്തിൻ്റെ ഒന്നാം വിജയമായിട്ട് ട്രംപിന് പറയാനുള്ളത്. എന്നാൽ നിങ്ങൾക്കറിയാം, യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചിരുന്നില്ല, ഹോർമോസ് സ്വതന്ത്രമായി തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു കാരണമല്ല ഹോർമോസ്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണ്, അവരവിടെ ടോള് പിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യമെങ്കിൽ ഇപ്പോൾ ഈ ഹോർമോസ് കടലിടുക്ക് തുറന്നത് ഒരു നേട്ടമായിട്ട് പറയാൻ പറ്റുമായിരുന്നു. എന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ യുദ്ധത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു വിജയമായിട്ട് ഹോർമോസ് കടലിടുക്ക് തുറക്കുന്നത് ഈ ഉടമ്പടി പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഇറാൻ്റെ വളരെ വലിയ ഒരു വിജയമാണ്. കാരണം യുദ്ധ കാരണമേ ആയിരുന്നില്ല ഹോർമോസ്. അതുമാത്രമല്ല, ഇപ്പോൾ ഹോർമോസ് കടലിടുക്ക് തുറന്നാൽ പോലും ഇറാൻ പറയുന്നത് അതുവഴി പോകുന്ന കപ്പലിൽ നിന്ന് ഞങ്ങൾ ചില സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് ഫീ വാങ്ങുമെന്നാണ്. ടോൾ വാങ്ങുകയില്ല, ടോൾ വാങ്ങുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ പകരം ഞങ്ങൾ ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് ഞങ്ങളൊരുക്കുന്ന സെക്യൂരിറ്റി, മറ്റ് സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഒരു ഫീസ് ഈടാക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ടോളിന് അവർ മറ്റൊരു പേരിട്ടു. ഞങ്ങൾ പലിശ വാങ്ങുന്നില്ല, ചില ചാർജസ്, സർവീസ് ചാർജസ് മാത്രമേ വാങ്ങുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ ചില ഇസ്ലാമിക് ബാങ്കുകൾ പലിശ വാങ്ങരുതെന്ന് അവരുടെ നിയമത്തിലുള്ളതുകൊണ്ട് അവർ പലിശ വാങ്ങില്ല. പകരം അവർ വേറെ ചില ചാർജുകൾ പലിശയ്ക്ക് ബദലായിട്ട് ഈടാക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ടോൾ പിരിക്കുകയില്ല, പക്ഷേ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് ഫീ ഞങ്ങൾ വാങ്ങും. അപ്പോൾ യുദ്ധത്തിന് മുമ്പില്ലാതിരുന്ന ഒരു പ്രശ്നം ഇറാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും തടി ഊരുക എന്നുള്ളതായി ട്രംപിൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ഉദ്യമം. അങ്ങനെ അതിപ്പോൾ സാധിച്ചിരിക്കുകയാണ്. ബാക്കി സകല കാര്യങ്ങളും യുദ്ധത്തിന് മുമ്പ് നിന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ട യാതൊരു കാര്യങ്ങളും അവർക്ക് സാധിക്കാൻ പറ്റിയില്ല. അതായത് ഇറാനിലെ ഭരണകൂടത്തെ മാറ്റിമറിച്ച് അവിടെ പുതിയൊരു ഭരണകൂടം കൊണ്ടുവരിക, ഇറാൻ്റെ മിസൈൽ ഉണ്ടാക്കാനുള്ള ശേഷി സമ്പൂർണ്ണമായിട്ട് തകർക്കുക, ഇറാൻ്റെ യുറാനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തി അവരുടെ സകല ആണവ നിലയങ്ങളും തകർക്കുക, അതുപോലെ തന്നെ ഇറാൻ അവരുടെ പ്രതിരോധ കവചങ്ങളായിട്ട് നിലനിർത്തിയിരിക്കുന്ന യമനിലെ ഹൂതികൾ, ലെബനനിലെ ഹെസ്ബുള്ള, അതുപോലെ തന്നെ ഇറാഖിലെ ഷിയ മിലിറ്റിയാസ് എന്നിവയ്ക്കെല്ലാമുള്ള ഇറാൻ്റെ സഹായങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തി അവരെ നിരായുധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും യുദ്ധത്തിന് പോയത്. എന്നാൽ ഈ പറഞ്ഞ യാതൊരു കാര്യങ്ങളും അവർക്ക് സാധിച്ചെടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹൂതികളും ഹിസ്ബുള്ളയും മറ്റും പഴയതിനേക്കാൾ കരുത്തോടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാൻ്റെ
യുറാനിയം സമ്പുഷ്ടീകരണ പരിപാടി അവിടെ തന്നെ തുടരുന്നുണ്ട്. അവർ മുമ്പ് പറഞ്ഞിരുന്നിടത്ത് നിന്നും അവർ മാറിയിട്ടുമില്ല. അവർ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരിക്കലും ബോംബ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അജണ്ടയില്ല. ഇപ്പോഴും അവരത് തന്നെ പറയുന്നുണ്ട്. പുതിയതായിട്ട് അവരതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മിസൈൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമേരിക്കയോ ഇസ്രായേലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ മിസൈൽ ഉണ്ടാക്കുന്ന പരിപാടികളും ഡ്രോൺ ഉണ്ടാക്കുന്ന പരിപാടികളുമെല്ലാം പൂർവാധികം ശക്തമായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഏത് സമയത്തും തങ്ങൾ ആരുമായിട്ടും യുദ്ധത്തിന് തയ്യാറാണെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒന്നും നേടാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്ന എഗ്രിമെൻ്റ് അനുസരിച്ച് അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇറാൻ്റെ ധാരാളം സ്വത്തുക്കൾ അമേരിക്ക മരവിപ്പിച്ച് വെച്ചിട്ടുണ്ട് വിദേശ ബാങ്കുകളിലായിട്ട്. അപ്പോൾ അത് ഇറാന് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഒരു നിബന്ധന. അതുകൂടാതെ യുദ്ധം മൂലം ഇറാനുണ്ടായിട്ടുള്ള നഷ്ടം നികത്തണം എന്ന നിബന്ധനയുണ്ട്. അതും കഴിഞ്ഞിട്ടാണ്, ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അടുത്തതായിട്ട് വരുന്ന ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങൾ നീക്കണം. പിന്നെ ഒപ്പം ആണവ നിരായുധീകരണത്തെക്കുറിച്ചുള്ള ചർച്ചയും വരുന്നത്. അത് ഏറ്റവും ഒടുവിലത്തെ വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഡിപ്ലോമാറ്റിക് തലത്തിലായാലും അതുപോലെ തന്നെ കരുത്തിൻ്റെ കാര്യം എടുത്താലും ശരി, പൂർണ്ണമായിട്ടും വിജയിച്ചിരിക്കുന്നത് ഇറാനാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ അമേരിക്ക തോറ്റു എന്ന് നമുക്ക് പറയാമെങ്കിലും ഡൊണാൾഡ് ട്രംപ് തോറ്റിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു നിൽക്കുകയാണ്, ഇറാനും വിജയിച്ചു നിൽക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ തോറ്റത് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ പിന്നിലിരുന്ന് കളിക്കുന്ന ശക്തികളാണ്. ഏതെല്ലാം സമയത്ത് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഉടമ്പടിക്കുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇടങ്കോലിട്ട് അത് ഇല്ലാതാക്കിയത് ഇസ്രായേലാണ്. മിഡിൽ ഈസ്റ്റിൽ സ്ഥിരമായിട്ട് ഇറാനെ ഒരു നെഗറ്റീവ് ഫോഴ്സായിട്ട് നിലനിർത്തി വളരെ വലിയ തോതിലുള്ള ചില ആയുധ വ്യാപാരങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും മിഡിൽ ഈസ്റ്റിന് നിയന്ത്രണവുമൊക്കെ ചില ആൾക്കാർ കൈവശം വെച്ചിരിക്കുകയാണ്. അവിടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒന്ന് ഒതുങ്ങിക്കിട്ടിയാൽ, അതായത് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഭരണകൂടത്തിന് പകരം തങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കുന്ന നേരത്തെ ഇരുന്ന ഷാ ഭരണകൂടങ്ങളെപ്പോലെ അമേരിക്കയും ഇസ്രായേലും മറ്റും പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യമൊക്കെ എന്തൊരു അനുസരണയാണെന്ന് പറയാം. അമേരിക്കയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കും. അപ്പോൾ അവിടെ മിഡിൽ ഈസ്റ്റിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളെപ്പോലെ സൗദി അറേബ്യയും കുവൈറ്റും ബഹ്റൈനും ഖത്തറും അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെപ്പോലെ പാകിസ്ഥാനെ പോലെ ഒക്കെ ഈ ഇറാനും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ കൽപ്പനകൾ അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് മിഡിൽ ഈസ്റ്റ് മൊത്തം അവരുടെ നിയന്ത്രണത്തിൽ വരും. ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു സ്വപ്നം ഏറെ വർഷങ്ങളായിട്ട് അവർ താലോലിക്കുന്നുണ്ട്. അതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് ഇറാനാണ്. അതുകൊണ്ടാണ് ഇറാനെ ഏതെല്ലാം തരത്തിൽ ദുർബലപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയെല്ലാം ദുർബലപ്പെടുത്തി അവരെ ഇല്ലാതാക്കാൻ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാനെ ഉപരോധങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചിട്ടും യുദ്ധം കൊണ്ട് തളർത്താൻ നോക്കിയിട്ടുമെല്ലാം തിരിച്ചടി മാത്രമാണ് അവർക്ക് കിട്ടിയത്. കാരണം ഇറാൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അവരുടെ ദൃഢനിശ്ചയമാണ്, അവരുടെ ധൈര്യമാണ്, ഒപ്പം തന്നെ അവരുടെ കണക്കുകൂട്ടലുകൾ. കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുള്ള ഒരു രാജ്യമാണ് ഇറാൻ. യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ പോകണം എന്നെല്ലാം അവർക്കറിയാം. ഡിപ്ലോമാറ്റിക് തലത്തിൽ ചർച്ചകൾ വരുമ്പോൾ തങ്ങളുടെ നിബന്ധനകൾ എങ്ങനെ നേടിയെടുക്കാം എന്നത് ഇറാൻ ആരും പറഞ്ഞു കൊടുക്കണ്ട. അപ്പോൾ ആ രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം പാളിയെങ്കിലും ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം എന്താണോ മനസ്സിൽ കണ്ടത് ഏതാണ്ട് ആ ഒരു ദിശയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ നിങ്ങളോട് പണ്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റാണ് എങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം വിചാരിക്കുന്ന പോലെയൊന്നും എല്ലാ കാര്യങ്ങളും ഒന്നും സാധിച്ചെടുക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ പല അധികാര കേന്ദ്രങ്ങളുടെയും അനുമതിയോടുകൂടി മാത്രമേ പ്രസിഡൻറ്റിന് ചില വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇറാനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ ലോബി അമേരിക്കയിലുണ്ട്. പ്രോ ഇസ്രായേലി ലോബി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് അതിശക്തമായിട്ടുള്ള ചില നിയമങ്ങളും അതേപോലെ തന്നെ അവിടെ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്ന, ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനിരിക്കുന്ന അതിശക്തമായ ഒരു ലോബിയുമുണ്ട്. ആ ലോബി ഒരിക്കലും ഇറാനുമായിട്ട് ഒരു നല്ല ബന്ധം അമേരിക്ക ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ആ ലോബിക്ക് ഒരിക്കലും ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങൾ നീക്കണം എന്ന് ആഗ്രഹമില്ല. കാരണം അവർ അവരുടെ കരുത്ത് മിഡിൽ ഈസ്റ്റിൽ പ്രയോഗിക്കുന്നത് ഇസ്രായേലിലൂടെയാണ്. ആ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിച്ച് ഇറാനെ ദുർബലപ്പെടുത്തി ഇല്ലാതാക്കി തങ്ങളുടെ വരയ്ക്ക് കൊണ്ടുവരിക, ഇല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് അവർ നടത്തുന്ന ശ്രമങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരു പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്.
എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അനുസരിച്ചൊന്നും ഭരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ വളരെ വലിയൊരു വിഭാഗം ഇസ്രായേൽ അനുകൂലികളാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ട്രംപ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നവും. അദ്ദേഹത്തിന് ഒരിക്കലും ഇറാനുമായിട്ടൊരു യുദ്ധം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ്, ഇറാനുമായിട്ടൊരു ചർച്ച അദ്ദേഹം തുടക്കമിട്ടു. ഇറാനുമായിട്ട് എന്തിനാണ് അദ്ദേഹം ചർച്ച ചെയ്തത്? ഇറാൻ്റെ മേലുള്ള ഉപരോധം നീക്കണം, അതുപോലെ തന്നെ ഇറാനുമായിട്ട് ഒരു നല്ല കരാറിലെത്തി മിഡിൽ ഈസ്റ്റിലെ ഗുണ്ടയാണ് ഇറാൻ എന്നുള്ള ഇമേജ് മാറ്റിയെടുത്തിട്ട് ഇറാനുമായിട്ട് അമേരിക്കയ്ക്ക് നല്ലൊരു ഉഭയകക്ഷി ബന്ധമുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരമൊക്കെ ചെയ്യണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതൊരിക്കലും നടപ്പിലാക്കില്ല എന്ന് അപ്പോൾ തന്നെ ഇസ്രായേലി ലോബികൾ തീരുമാനിച്ച് കഴിഞ്ഞിരുന്നതുമാണ്. ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ട്രംപ് ഇറാനുമായിട്ട് കഴിഞ്ഞ കൊല്ലം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചർച്ചകൾ ഏതാണ്ട് ഫലവത്താകുമെന്നൊരു ഘട്ടം എത്തിയപ്പോൾ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇസ്രായേൽ കയറി ഇറാനെ ആക്രമിച്ചത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞാനില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ കാണില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായ കാര്യമാണ്. ഞാനില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം കാണില്ലായിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് ജൂൺ മാസത്തിൽ നടന്ന ഇറാനുമായിട്ടുള്ള യുദ്ധം തന്നെയാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ അതിശക്തമായിട്ടുള്ള പ്രഹരങ്ങൾ പിടയാൻ തുടങ്ങിയ സമയത്താണ് നെതന്യാഹുവിന് മനസ്സിലായത്, ഞാൻ കണക്ക് കൂട്ടിയതുപോലെയൊന്നുമല്ല ഇറാൻ, ഈ രാജ്യം തന്നെ ഇപ്പോൾ ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലേക്ക് വീണിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് തന്നെ ട്രംപിനെ കോണ്ടാക്ട് ചെയ്തു. ട്രംപ് ഇടപെട്ട് ഇറാനുമായിട്ട് സംസാരിച്ച് ഒരു ഡ്രാമ കളിച്ചാണ്, അതായത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ താൻ തകർത്തു, അതോടെ യുദ്ധം ഇറാൻ നിർത്തി എന്ന തരത്തിലുള്ള ഒരു ഡ്രാമ കളിച്ചാണ്. യഥാർത്ഥത്തിൽ അതൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ നിന്നതാണ്. ട്രംപ് ഇറാനുമായിട്ട് ആ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ ഞാൻ നീക്കാം, മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, യുദ്ധം നിർത്തണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടപ്പോൾ ഇറാൻ യുദ്ധം നിർത്തിയതാണ്. അതും ആ സമയത്ത് ആയത്തുള്ള അലി ഖമനി ഉണ്ടായിരുന്നതുകൊണ്ട് സംഭവിച്ചതാണ്. അദ്ദേഹത്തിന് പകരം ഇപ്പോഴത്തെ ഭരണകൂടമാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ അവർ ഇസ്രായേലിനെ അടിച്ച് നിരപ്പാക്കിയിട്ട് മാത്രമേ യുദ്ധം നിർത്തുകയുള്ളായിരുന്നു. എന്നാൽ ഖമനേയി ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടു, അതേപോലെ തന്നെ ചെയ്തു, യുദ്ധം നിർത്തി. ആ യുദ്ധം നിർത്തിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന യുദ്ധ നിരീക്ഷകൻ ആ സമയത്ത് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ വായിച്ചു കാണും, 20 ദിവസം കൊണ്ട് ഇസ്രായേൽ നാമാവശേഷമായനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ രക്ഷിച്ചത് ട്രംപാണ്. എന്നാൽ ട്രംപ് വീണ്ടും ഇറാനുമായിട്ട് ചർച്ച നടത്താനും ഇറാനുമായിട്ടുള്ള ആ ബന്ധം അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ കൊണ്ടുവരണമെന്നും അവരുടെ മേലുള്ള ഉപരോധം നീക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും ചർച്ചകൾ ആരംഭിച്ചു. ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇസ്രായേൽ ട്രംപിൻ്റെ പോലും അനുമതിയില്ലാതെ ഇറാനെ ആക്രമിച്ചത്. ഇസ്രായേൽ മാത്രമല്ല, ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അമേരിക്കൻ ലോബി അവരുടെ നിർദ്ദേശമനുസരിച്ച് ട്രംപിൻ്റെ പോലും അനുമതിയില്ലാതെയാണ് ആയത്തുള്ള അലി ഖമനേയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായതും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതും. അങ്ങനെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ട്രംപിന് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അതിൽ നിന്നും പിന്മാറാൻ പറ്റില്ല. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രായേലും അതുപോലെ തന്നെ ട്രംപിൻ്റെ പോലും അനുമതിയില്ലാതെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ സേനയെ നിയന്ത്രിച്ച ചിലർ ചേർന്നാണ്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഡൊണാൾഡ് ട്രംപ് കുറേ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അവർ മറ്റാരുടെ താല്പര്യപ്രകാരം ട്രംപിൻ്റെ ആജ്ഞയെ മറികടന്നുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ വന്നു കിടന്ന അമേരിക്കൻ സേനയോട് ആവശ്യപ്പെടുകയായിരുന്നു, പ്രസിഡൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ഇറാനെ ഇപ്പോൾ ആക്രമിക്കാം. ആക്രമണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറാൻ ട്രംപിന് പറ്റില്ല. നമുക്ക് ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള പല ഘട്ടങ്ങളിലും ട്രംപിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം തന്നെ മാറ്റിപ്പറയുന്നതുമെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ യുദ്ധം തുടങ്ങി വെച്ചത് അദ്ദേഹമായിരുന്നില്ല. യുദ്ധത്തിൻ്റെ നിയന്ത്രണവും അദ്ദേഹത്തിൻ്റെ കൈകളിലായിരുന്നില്ല. ആ നിയന്ത്രണം തിരിച്ചു പിടിക്കാനായിട്ട് അദ്ദേഹം പല ശ്രമങ്ങളും നടത്തിയാണ് ഒടുവിൽ അത് അദ്ദേഹത്തിൻ്റെ കൈകളിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ കൈകളിലെത്തിയപ്പോൾ അദ്ദേഹം യുദ്ധം നിർത്തൽ ചെയ്തു, സീസ് ഫയർ കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം, വീണ്ടും ഇറാനുമായിട്ട് ഒരു കരാറിലേക്ക് അമേരിക്ക പോകുമ്പോൾ അതിനിടങ്കൂലിടാൻ ഇസ്രായേൽ വരുമെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴത്തെ കരാർ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇസ്രായേൽ ലെബനനിൽ ആക്രമണം നടത്തി. ലെബനനിൽ ആക്രമണം നടത്താൻ പാടില്ല എന്നും മിഡിൽ ഈസ്റ്റിലെ എല്ലാ മേഖലകളിലും സമാധാനം വേണമെന്നും എല്ലായിടത്തും യുദ്ധം നിർത്തൽ ചെയ്യണമെന്നുള്ള ഇറാൻ്റെ ആ ആവശ്യമാണ് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ലെബനനിൽ ആക്രമണം നടത്തിയത്. പക്ഷേ
ഇറാനും അമേരിക്കയും അതിനെ അവഗണിച്ചുകൊണ്ട് അവർ കരാർ തീർപ്പാക്കി, കരാറിൽ ഒപ്പുവെച്ചു. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ ട്രംപിന് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരും. കാരണം അമേരിക്കയിലെ അതിശക്തമായ ഇസ്രായേലി ലോബി ഈ കരാർ ഒരു യാഥാർത്ഥ്യമായിട്ട് മാറാതിരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇറാൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങളൊക്കെ, അവരുടെ സാങ്ഷൻസ് മാറ്റുക, അതുപോലെ തന്നെ അവരുടെ മരവിപ്പിച്ച സ്വത്തുക്കൾ അമേരിക്ക വിട്ടുകൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അമേരിക്ക ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് ശക്തമായിട്ട് എതിർപ്പുമായിട്ട് ഈ ലോബികൾ നമ്മൾ പുറമേ കാണുകയില്ല, അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ട്രംപിൻ്റെ മേൽ വരികയും ട്രംപിന് അത് സുഗമമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ അവർ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, വീണ്ടും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തിയേക്കാം. എന്നാൽ അങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് ഉണ്ടാവില്ല എന്നുള്ള സൂചന ട്രംപ് ഏതാണ്ട് നൽകിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, യുദ്ധം തുടങ്ങുന്ന സമയത്ത് ട്രംപും നെതന്യാഹുവും ഭായി ആയിരുന്നെങ്കിൽ ഇപ്പോൾ പലവട്ടം ട്രംപ് നെതന്യാഹുവിനെ ചീത്ത വരെ വിളിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ട്രംപ് ഇവരുടെ ഈ പ്രവർത്തനം മൂലം അസഹ്യതയിലാണ്. അദ്ദേഹത്തിന് യുദ്ധം നിർത്തൽ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. യുദ്ധം തുടങ്ങാൻ അദ്ദേഹത്തിന് ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം 2025 ഡിസംബറിലാണ് ഫിഫ അവരുടെ ആദ്യത്തെ സമാധാന സമ്മാനം, അതായത് ഫസ്റ്റ് അവരുടെ പീസ് പ്രൈസ് കൊടുക്കുന്നത്. അത് അവർ നൽകിയത് ഡൊണാൾഡ് ട്രംപിനാണ്. ഫിഫയുടെ ആദ്യത്തെ സമാധാനത്തിനുള്ള സമ്മാനം ഡൊണാൾഡ് ട്രംപിന് അവർ കൊടുത്തെങ്കിൽ ആ സമാധാന കരാർ എന്താണോ ലോകത്തിന് നൽകുന്ന സൂചന, അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ ട്രംപ് ബാധ്യസ്ഥനായിരുന്നു. അദ്ദേഹം അതനുസരിച്ച് തന്നെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ട് വന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഇമേജ് തകർക്കുക എന്ന ലക്ഷ്യം കൂടി ഇറാനുമായിട്ട് നടത്തിയ യുദ്ധത്തിലുണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, ട്രംപിൻ്റെ നേരിട്ടുള്ള ഇടപെടലില്ലാതെയാണ് ഇറാനുമായിട്ട് അമേരിക്ക യുദ്ധം ആരംഭിച്ചത്. അതിൻ്റെ പിന്നിൽ കളിച്ചത് അമേരിക്കയിലെ ഇസ്രായേലി ലോബികളാണ്. ഒരിക്കലും ട്രംപിൻ്റെ പെർമിഷനോടെ നടന്നൊരു യുദ്ധമല്ല. പക്ഷേ പ്രസിഡൻ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം അത് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു പരാജയമായിട്ട് എല്ലാവരും കാണുകയുള്ളൂ. അതുകൊണ്ട് ട്രംപ് ആ യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പിന്നീട് ആ യുദ്ധത്തെ അദ്ദേഹം മുമ്പോട്ട് നയിച്ചത് അദ്ദേഹത്തിന് തന്നെ അത്ര നിശ്ചയമില്ലാത്ത രീതിയിലാണ്. കാരണം അദ്ദേഹം തുടങ്ങി വെച്ചതല്ല ഈ യുദ്ധം. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാറ്റിപ്പറയേണ്ടി വരുന്നതും അല്ലെങ്കിൽ നമുക്ക് കോമഡിയായിട്ട് തോന്നുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ട്രംപിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനുമായിട്ടൊരു കരാർ ഉണ്ടാക്കുക എന്ന് തന്നെയായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് അതെല്ലാം ഏതാണ്ടൊരു അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഇസ്രായേൽ കയറി അത് ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം അതിജീവിച്ച് ഇറാനുമായിട്ടുള്ള കരാർ ട്രംപ് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് മിഡിൽ ഈസ്റ്റിൽ നിലനിന്നിരുന്ന സമവാക്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പൊളിച്ചെഴുതപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യം, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ രാജ്യത്തിൻ്റെ സ്ഥാനത്തേക്ക് ഇറാൻ മാറിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചിട്ടും ഇറാനെ പരാജയപ്പെടുത്താൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന എഗ്രിമെൻ്റ് പോലും ഇറാൻ്റെ നിബന്ധനകൾക്കനുസരിച്ച് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെയും അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും ഇപ്പോൾ ഇസ്രായേലിനോട് വലിയ താല്പര്യമില്ല, ഇസ്രായേലിനെ വിശ്വാസമില്ല. അവർ മെല്ലെ മെല്ലെ ഇറാനുമായിട്ട് എടുക്കാനുള്ള സാധ്യതയാണ് വരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഇറാൻ്റെ പിന്നിൽ അണിനിരക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒറ്റപ്പെടൽ സമ്പൂർണ്ണമാവുകയും ചെയ്യും. താങ്ക് യു.